നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ കേരള ഡിസ്ട്രിക്ട് സീരീസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള മനോഹരമായ കാഴ്ചകളും ചരിത്രവഴികളും നമ്മൾ ഇതിനോടകം കണ്ടുകഴിഞ്ഞു. ഇന്ന് നമ്മൾ എത്തിനിൽക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ വടക്കേ അറ്റത്തെ കിരീടമായ 7 ഭാഷകൾ സംഗമിക്കുന്ന സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയിലേക്കാണ്. തുളുനാടിന്റെ തനിമയും യക്ഷഗാനത്തിന്റെ താളവും ബേക്കൽ കോട്ടയുടെ ചരിത്രവും ഉറങ്ങുന്ന കാസർഗോഡിന്റെ വിശേഷങ്ങൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. വീഡിയോ പൂർണ്ണമായി കാണുക, ഒപ്പം അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം നൽകി ചർച്ചയിൽ പങ്കെടുക്കൂ. 1. ചോദ്യം: കേരളത്തിൽ കാസർഗോഡ് ജില്ല ഔദ്യോഗികമായി രൂപീകൃതമായത് എന്നാണ്? ഉത്തരം: 1984 മെയ് 24. കണ്ണൂർ ജില്ലയിൽ നിന്നും വിഭജിച്ചാണ് കേരളത്തിലെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപീകരിക്കപ്പെട്ടത്. 2. ചോദ്യം: കാസർഗോഡ് ജില്ലയുടെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഉത്തരം: കാസർഗോഡ്. ഈ ജില്ലയുടെ ഭരണപരമായ സ്ഥിരാകേന്ദ്രം കാസർഗോഡ് നഗരമാണ്. 3. ചോദ്യം: സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം: കാസർഗോഡ്. മലയാളം, തുളു, കന്നഡ, കൊടവ, മറാഠി, കൊങ്കണി, ബ്യാരി തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഒന്നിച്ചുകഴിയുന്ന അപൂർവ ഭൂമികയാണിത്. 4. ചോദ്യം: കാസർഗോഡ് ജില്ലയുടെ അതിർത്തികൾ ഏതൊക്കെയാണ്? ഉത്തരം: വടക്ക് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ല, തെക്ക് കണ്ണൂർ ജില്ല, കിഴക്ക് കർണാടകയിലെ കൊടക് ജില്ല, പടിഞ്ഞാറ് അറബിക്കടൽ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അതിർത്തി ജില്ലയാണിത്. 5. ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം: കാസർഗോഡ്. അറബിക്കടലിന്റെ തീരത്ത് പടുകൂടം പോലെ കിടക്കുന്ന ഈ കോട്ട ശിവപ്പനായകനാണ് നിർമ്മിച്ചത്. 6. ചോദ്യം: കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഉത്തരം: വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർഹെൻ. വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർഹെൻ, കുളക്കോഴി. ഈ പ്രദേശത്തെ തദ്ദേശീയമായ ജൈവവൈവിധ്യത്തെ പ്രതിഫലിക്കുന്ന പക്ഷിയാണിത്. 7. ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ജില്ലകളിൽ ഒന്നായ കാസർകോട്ടെ പ്രധാന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം: ചന്ദ്രഗിരി പുഴ. പെരിയടുക്കം മലനിരകളിൽ നിന്നുദ്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഈ നദിയുടെ തീരത്താണ് പ്രശസ്തമായ ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. 8. ചോദ്യം: കാസർകോട്ടെ ചരിത്രപ്രസിദ്ധമായ ചന്ദ്രഗിരി കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ഉത്തരം: ശിവപ്പനായക്, ഇക്കേരി ഭരണാധികാരി. 17ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിനുശേഷം ഇക്കേരി നായ്ക്കന്മാർ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. 9. ചോദ്യം: കേരളത്തിൽ ആദ്യമായി കശുവണ്ടി സംസ്കരണ വ്യവസായം ആരംഭിച്ച ജില്ല ഏതാണ്? ഉത്തരം: കാസർഗോഡ്. ഇവിടുത്തെ മണ്ണും കാലാവസ്ഥയും കശുവണ്ടി കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. 10. ചോദ്യം: കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ അനന്തപുരം തടാകക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത എന്താണ്? ഉത്തരം: കേരളത്തിലെ ഒരേയൊരു തടാകക്ഷേത്രമാണിത്, ലേക്ക് ടെമ്പിൾ. ഇവിടുത്തെ പുണ്യക്കുളത്തിൽ വസിക്കുന്ന ബബിയ എന്നു പേരുള്ള സസ്യഭുക്കായ മുതല ഈ ക്ഷേത്രത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. 11. ചോദ്യം: തുളുനാടിന്റെ തനതനുഷ്ഠാന കലയായ യക്ഷഗാനത്തിന്റെ കേരളത്തിലെ പ്രധാന കേന്ദ്രം ഏതാണ്? ഉത്തരം: കാസർഗോഡ്. കർണാടകയോട് ചേർന്നു കിടക്കുന്നതിനാൽ തുളു കന്നഡ സംസ്കാരത്തിന്റെ സ്വാധീനം ഇവിടെ വളരെ കൂടുതലാണ്. 12. ചോദ്യം: പ്രശസ്തമായ മലയോര ഹൈവേ, ഹിൽ ഹൈവേ കടന്നുപോകുന്ന കേരളത്തിലെ ഏറ്റവും വടക്കുള്ള ജില്ല ഏതാണ്? ഉത്തരം: കാസർഗോഡ്. കാസർകോട്ടെ നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം വരെയാണ് ഈ പാത വിഭാവനം ചെയ്തിരിക്കുന്നത്. 13. ചോദ്യം: കാസർഗോഡ് ജില്ലയിലൂടെ കടന്നുപോകുന്ന പ്രധാന ദേശീയപാത ഏതാണ്? ഉത്തരം: NH 66. ഇത് വടക്ക് തലപ്പാടി മുതൽ ആരംഭിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് നീളുന്നു. 14. ചോദ്യം: കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കാസർകോട്ടെ പ്രശസ്തമായ മനോഹരമായ ഒരു ബീച്ച് ഏതാണ്? ഉത്തരം: കപ്പിൽ ബീച്ച്. കപ്പിൽ ബീച്ച്. പുഴയും കടലും ചേരുന്ന അഴിമുഖക്കാഴ്ചയ്ക്ക് പേരുകേട്ട മനോഹരമായ സ്ഥലമാണിത്. 15. ചോദ്യം: കാസർകോട്ടെ പ്രശസ്തമായ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന തെയ്യരൂപം ഏതാണ്? ഉത്തരം: കുറത്തിത്തെയ്യവും ഭൂതക്കോലങ്ങളും. തുളു സംസ്കാരത്തിന്റെ ഭാഗമായ കോലം കെട്ടിക്കൽ ചടങ്ങുകൾ ഇവിടെ സജീവമാണ്. 16. ചോദ്യം: കാസർകോട്ടെ മഞ്ചേശ്വരം എന്തിനാണ് ചരിത്രപരമായി ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്? ഉത്തരം: പ്രശസ്ത സാഹിത്യകാരനായ ഗോവിന്ദപ്പൈയുടെ ജന്മസ്ഥലം. രാഷ്ട്രകവി എം. ഗോവിന്ദപ്പൈ ജനിച്ചു വളർന്നത് മഞ്ചേശ്വരത്താണ്. 17. ചോദ്യം: കേരളത്തിന്റെ ആദ്യത്തെ രാഷ്ട്രകവിയായ എം. ഗോവിന്ദപ്പൈയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: മഞ്ചേശ്വരം, കമനഹള്ളി. അദ്ദേഹത്തിന്റെ ഭവനം ഇന്ന് സർക്കാരിന്റെ സംരക്ഷണത്തിലുള്ള സ്മാരക മ്യൂസിയമാണ്. 18. ചോദ്യം: കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ തുളുനാടോടി കലാരൂപം ഏതാണ്? ഉത്തരം: പദ്വനയും ഭൂതാരധാനയും. തുളു ജനതയുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന ആചാരമാണിത്. 21. ചോദ്യം: കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്? ഉത്തരം: കേരള കേന്ദ്ര സർവകലാശാല, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. വിദ്യാഭ്യാസ രംഗത്ത് കാസർഗോഡിന്റെ മുഖച്ഛായ മാറ്റിയ പ്രധാന സ്ഥാപനമാണിത്.
22 ചോദ്യം പശ്ചിമഘട്ടത്തിന്റെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന കാസർകോട്ടെ പ്രശസ്തമായ മലനിര ഏതാണ്? ഉത്തരം റാണിയൂർ കോട്ടയം പർവ്വതം, കാസർകോട്ടെ മലയോര മേഖല. കൂടാതെ റാണിപുരം മലനിരകൾ കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നു. 23 ചോദ്യം കേരളത്തിന്റെ ഊട്ടി എന്ന വിശേഷണമുള്ള കാസർകോട്ടെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഉത്തരം റാണിപുരം. കോടമഞ്ഞും പുൽമേടുകളും നിറഞ്ഞ ഇവിടം ട്രക്കിങ്ങിന് ഏറെ പ്രശസ്തമാണ്. 24 ചോദ്യം കർണാടകയിലെ മംഗലാപുരത്തോട് ചേർന്നു നിൽക്കുന്ന കാസർകോട്ടെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം കാസർകോട് റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലേക്കുള്ള റെയിൽ പ്രവേശന കവാടങ്ങളിലൊന്നാണിത്. 25 ചോദ്യം കാസർകോട് ജില്ലയിലെ പ്രശസ്തമായ ഒരു ദ്വീപാണ് വലിയ പറമ്പ്. ഇത് എന്തിനാണ് പ്രശസ്തമായത്? ഉത്തരം കായൽ ടൂറിസത്തിന്. ബാക്ക്വാട്ടർ ടൂറിസം. വലിയ പറമ്പ് കായലും അനുബന്ധ തീരങ്ങളും മനോഹരമായൊരു ടൂറിസം കേന്ദ്രമാണ്. 26 ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ഉത്തരം കാസർകോട്. റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം സാങ്കേതിക വിപ്ലവത്തിൽ മുൻപന്തിയിലുള്ള ജില്ല. 27 ചോദ്യം കാസർകോട് ജില്ലയിലെ ഹൊസ്ദുർഗ് താലൂക്കിൽ സ്ഥിതിചെയ്യുന്ന പ്രശസ്തമായ കോട്ട ഏതാണ്? ഉത്തരം ഹൊസ്ദുർ കോട്ട, കാഞ്ഞങ്ങാട് കോട്ട. സോമശേഖര നായക് പണികഴിപ്പിച്ച ഈ കോട്ടയ്ക്ക് 5 കൊത്തളങ്ങളുണ്ട്. 28 ചോദ്യം കാഞ്ഞങ്ങാടിനടുത്തുള്ള പ്രശസ്തമായ ആത്മീയ കേന്ദ്രമായ ആനന്ദാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാമി രാംദാസ്. 1.931 സ്ഥാപിക്കപ്പെട്ട ഈ ആശ്രമം ലോകമെമ്പാടുമുള്ള ധ്യാനയാത്രികരെ ആകർഷിക്കുന്നു. 29 ചോദ്യം കാസർകോട് ജില്ലയിലെ നീലേശ്വരം എന്തിനാണ് സാംസ്കാരികമായി അറിയപ്പെടുന്നത്? ഉത്തരം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനങ്ങളിൽ ഒന്നായ ഇവിടം തെയ്യങ്ങളുടെയും പഴയകാല ഭട്ടതിരിമാരുടെയും ഇല്ലങ്ങളുടെയും നാടാണ്. 30 ചോദ്യം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി. കുഞ്ഞിരാമൻ നായരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കാസർകോട് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്തുള്ള വെള്ളിക്കോത്ത്. പ്രകൃതിയെയും ഭാരതീയ സംസ്കാരത്തെയും തന്റെ കവിതകളിൽ നിറച്ച കവിയാണ് അദ്ദേഹം. 31 ചോദ്യം കാസർകോട് ജില്ലയിലെ ഹൊസ്ദുർഗിൽ സ്ഥിതിചെയ്യുന്ന പ്രശസ്തമായ നിത്യാനന്ദ ആശ്രമം സ്ഥാപിച്ചതാര്? ഉത്തരം സ്വാമി നിത്യാനന്ദ. ഗുഹകൾ കൊത്തിയുണ്ടാക്കിയ ഈ ആശ്രമം ഇവിടുത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. 32 ചോദ്യം തുളുനാടിന്റെ തനത് ഭക്ഷ്യവിഭവങ്ങളിലൊന്നായ കോഴിറോട്ടി അല്ലെങ്കിൽ നീർദോശ ഏത് ജില്ലയുടെ തനത് ഭക്ഷണ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കാസർകോട്. തുളു കേരളീയ സമ്മിശ്ര രുചിക്കൂട്ടുകൾ നിറഞ്ഞതാണ് ഇവിടുത്തെ ഭക്ഷണം. 33 ചോദ്യം കാസർകോട് ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള ഗ്രാമം ഏതാണ്? ഉത്തരം തലപ്പാടി. കേരള കർണാടക അതിർത്തിയായ ഇവിടെയാണ് ഇരു സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ചെക്ക് പോസ്റ്റ് സ്ഥിതിചെയ്യുന്നത്. 34 ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കവുങ്ങ് അരക്കനട്ട് കൃഷിയുള്ള ജില്ല ഏതാണ്? ഉത്തരം കാസർകോട്. ഇവിടുത്തെ മലയോര മേഖലകളിൽ വ്യാപകമായി അടയ്ക്ക, കവുങ്ങ് കൃഷി ചെയ്തുവരുന്നു. 35 ചോദ്യം കാസർകോട് ജില്ലയിലെ പ്രശസ്തമായ മല്ലം ശിവക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കാസർകോടിനടുത്ത് മല്ലം എന്ന ഗ്രാമത്തിൽ. ചരിത്രപ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിലെ ഉത്സവം വളരെ പ്രത്യേകതയുള്ളതാണ്. 36 ചോദ്യം കാസർകോട്ടെ ചരിത്രപ്രസിദ്ധമായ കോട്ടകളിൽ ഒന്നായ പുലിക്കുന്ന് കോട്ട അല്ലെങ്കിൽ പള്ളിക്കര കോട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ബേക്കൽ കോട്ട തന്നെ പള്ളിക്കര പഞ്ചായത്തിലാണ് സ്ഥിതിചെയ്യുന്നത്. 37 ചോദ്യം കാസർകോട് ജില്ലയിൽ നിന്നുള്ള പ്രശസ്തമായ ഒരു മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമായ CH മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം മലബാറും കാസർകോടും ഉൾപ്പെടുന്ന പ്രദേശം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. 38 ചോദ്യം കാസർകോട് ജില്ലയിലെ പ്രധാന തുറമുഖ പദ്ധതിയായ മഞ്ചേശ്വരം പോർട്ട് അല്ലെങ്കിൽ ഏത് തുറമുഖ വികസനമാണ് ചർച്ചയിലുള്ളത്? ഉത്തരം അഴിത്തല തുറമുഖം ബൈ മഞ്ചേശ്വരം മേഖലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങൾ. 39 ചോദ്യം കാസർകോട് ജില്ലയിലെ കുമ്പള ഏത് കാര്യത്തിനാണ് ചരിത്രപരമായി അറിയപ്പെടുന്നത്? ഉത്തരം പഴയകാല കുമ്പള രാജ്യത്തിന്റെ അളുപ രാജവംശം ആസ്ഥാനമായിരുന്നു ഇത്. തുളുനാട് ഭരിച്ചിരുന്ന പ്രമുഖ രാജവംശമായിരുന്നു അളുപർ. 40 ചോദ്യം പ്രശസ്തമായ കാനത്തൂർ ധൂമാവതി തെയ്യവും മറ്റു തെയ്യങ്ങളും നടക്കുന്ന കാസർകോട്ടെ പ്രധാന കാവുകൾ ഏതാണ്? ഉത്തരം കാനത്തൂർ തറവാട് സ്ഥാനം. കാസർകോട്ടെ തെയ്യങ്ങളിൽ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് ഇവിടെ നടക്കുന്നത്. 41 ചോദ്യം കാസർകോട് ജില്ലയിലെ ബേക്കൽ ബീച്ചിന് സമീപം വിനോദസഞ്ചാരികൾക്കായി സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ടൂറിസം പദ്ധതി ഏതാണ്? ഉത്തരം ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ BRDC. ഇത് ഈ പ്രദേശത്തെ ടൂറിസം സാധ്യതകളെ ലോകത്തിനു മുന്നിൽ എത്തിച്ചു. 42 ചോദ്യം കാസർകോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഷകളിൽ മലയാളത്തിനു പുറമെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട വലിയൊരു വിഭാഗം സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഉത്തരം തുളു. തുളുഭാഷ സംസാരിക്കുന്നവരുടെ സാംസ്കാരിക കേന്ദ്രമാണ് ഈ പ്രദേശം. 43 ചോദ്യം കാസർകോട് ജില്ലയിലെ മുള്ളേരിയ പ്രദേശം എന്തിനാണ് പ്രശസ്തമായത്?
ഉത്തരം റബ്ബർ തോട്ടങ്ങൾക്കും മലയോര കാർഷിക വിളകൾക്കും പേരുകേട്ട ഇടമാണിത്. 44 ചോദ്യം കാസർകോട് നഗരത്തിന് നടുവിലൂടെ ഒഴുകുന്ന പ്രശസ്തമായ നദി ഏതാണ്? ഉത്തരം ചന്ദ്രഗിരി പുഴയും കാസർകോട് പുഴയും. 45 ചോദ്യം പ്രശസ്തമായ മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം പയസ്വിനി പുഴ, മധുപഹിനി മധുനി റിവർ. ഈ ക്ഷേത്രത്തിലെ ഗണപതി വിഗ്രഹം വളരെ പ്രശസ്തമാണ്. 46 ചോദ്യം കാസർകോട്ടെ പ്രശസ്തമായ മധൂർ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത എന്താണ്? ഉത്തരം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ ശ്രീകോവിലിന്റെ വാസ്തുവിദ്യയും ഭിത്തിയിലെ കൊത്തുപണികളും ഏറെ പ്രത്യേകതയുള്ളതാണ്. 47 ചോദ്യം കേരളത്തിൽ ആദ്യമായി എൻഡോസൾഫാൻ ദുരിതം ബാധിച്ച പ്രദേശം ഏത് ജില്ലയിലാണ് ഏറ്റവും രൂക്ഷമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? ഉത്തരം കാസർകോട്. ഇവിടുത്തെ കശുമാവിൻ തോട്ടങ്ങളിൽ വർഷങ്ങളോളം ഉപയോഗിച്ച എൻഡോസൾഫാൻ കീടനാശിനി ജനങ്ങളിൽ വലിയ ആരോഗ്യപ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. 48 ചോദ്യം കാസർകോട് ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കശുമാവിൻ തോട്ടങ്ങൾ ഏത് പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്? ഉത്തരം എൻമകജെ, പുത്തിഗെ, പെരിയ തുടങ്ങിയ മേഖലകളിൽ. 49 ചോദ്യം കാസർകോട് ജില്ലയുടെ സംസ്കാരവും ജീവിതവും പ്രമേയമാക്കി നിരവധി നോവലുകൾ എഴുതിയ പ്രശസ്തനായ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം സന്തോഷ് എച്ചിക്കാനം. കാസർകോടിന്റെ തനിനാടൻ ഭാഷയും ജീവിതവും തന്റെ കഥകളിലൂടെ അവതരിപ്പിച്ച പ്രമുഖ എഴുത്തുകാരനാണിത്. 50 ചോദ്യം ഓഡിയൻസിനുള്ള ചോദ്യം കേരളത്തിലെ ഏത് തടാകക്ഷേത്രത്തിലാണ് ബബിയ എന്നു പേരുള്ള സസ്യബുക്കായ മുതല വർഷങ്ങളോളം വന്നിരുന്നത്? ഉത്തരം അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കേരള ഡിസ്ട്രിക്ട് സീരീസിലെ അവസാനത്തെ സ്റ്റോപ്പായ കാസർകോട് ജില്ലയുടെ വിശേഷങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് തുടങ്ങി കാസർകോട് വരെ നീണ്ട നമ്മുടെ ഈ യാത്ര കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള സംസ്കാരവും ചരിത്രവും നേരിട്ടറിയാൻ സഹായിച്ചു. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർകോടിന്റെ മനോഹാരിതയും ഇവിടുത്തെ മനുഷ്യരുടെ സ്നേഹവും നിങ്ങളുടെ മനസ്സിൽ ഇടം നേടിയെന്ന് വിശ്വസിക്കുന്നു. ഈ സീരീസ് മുഴുവൻ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു സീരീസുമായി നമുക്ക് വീണ്ടും കാണാം.